10 വർഷം മുമ്പുള്ള കേരളമാണോ ഇപ്പോൾ ഉള്ളത്? ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും വികസനത്തിന്റെ വെള്ളിവെളിച്ചം കാണാത്തൊരു മേഖല നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ UDFന്റെ ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചു. ഗെയിൽ പദ്ധതി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു പോയതാണ്. ഗെയിൽ പദ്ധതിയിലൂടെ ഗ്യാസിന്റെ വില 35% കുറച്ചു കൊണ്ടുവരുവാൻ, ഉപഭോക്താക്കൾക്ക് ലാഭമുണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴിച്ചിരിക്കുന്നു. ചെറിയ കാര്യമൊന്നല്ല, 35% വിലക്കുറവിലാണ് ഗെയിൽ പദ്ധതിയിലൂടെ ഗ്യാസ് നിങ്ങളുടെ വീടുകളിലെത്തുന്നത്. അത് മാത്രമാണോ? നാഷണൽ ഹൈവേ ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി ഗവൺമെന്റിന് ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചുരുട്ടിക്കൂട്ടി വെച്ചു. നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോ ദേശീയ പാതാ വികസനം അനിവാര്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത വികസനത്തിന് വേണ്ടി തീരുമാനമെടുത്ത് അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിൽ കേരളം അന്ന് കേന്ദ്രത്തിന് പണം നൽകേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാഷണൽ ഹൈവേ പുതിയ നാഷണൽ ഹൈവേ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു പോയപ്പോ സ്ഥലം ഏറ്റെടുക്കാനുള്ള തുക നമ്മൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 5688 കോടി രൂപ കൊടുത്തിട്ടാണ് ഈ ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേ 66ന്റെ പണി ആരംഭിച്ചത്. ഒരു തടസ്സവുമില്ലാതെ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. ഞങ്ങൾ മഞ്ചേശ്വരത്തെ ഉദ്ഘാടനം കഴിഞ്ഞ നാഷണൽ ഹൈവേ വഴിയാണ് വന്നത്. പക്ഷെ 36 കിലോമീറ്ററോളം പൂർത്തിയായി കഴിഞ്ഞതാണ്. ഒരാളെങ്കിൽ സർവീസ് സൊസൈറ്റിയാണ് അതിന്റെ പ്രവൃത്തി ഏറ്റെടുത്തത്. എത്ര മനോഹരമായ കാഴ്ചയാണ് അതിലൂടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കേരളത്തിന് നാഷണൽ ഹൈവേയും ഒരു വലിയ അനുഭവമായി മാറുക. അവിസ്മരണീയമായ കാഴ്ചകളാണ് നാഷണൽ ഹൈവേയിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലായിരുന്നു UDF ഗവൺമെന്റ് കാലത്ത്. ഏകദേശം 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ UDFന്റെ ഗവൺമെന്റ് ആലോചിച്ചതായിരുന്നു. LDF ഗവൺമെന്റ് വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയെ ഉണർവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ നമ്മുടെ ഗവൺമെന്റ് സാധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മുടെ സ്കൂളുകളൊക്കെ ഹൈടെക് ആയി മാറിയിരിക്കുന്നു. ഏറ്റവും ആധുനിക സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസ രീതി കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. ഇപ്പോ നേരത്തെ 10ാം ക്ലാസ് വരെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു.
നമ്മളത് ഹയർ സെക്കൻഡറി വരെയാക്കി. ഇപ്പോ ഡിഗ്രി വിദ്യാഭ്യാസവും സൗജന്യമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു.